Hi friends, ഞാൻ ജോയ് തലക്കടൻ. My channel name Joy's Kitchen. I'm making today special honey garlic chicken dish. This is the Chinese dish, Chinese Indian. ഞാനിത് മേക്ക് ചെയ്യാൻ പോകുന്നത് ചൈനീസ് ഇന്ത്യൻ ആയിട്ടാണ്, ഇന്ത്യൻ മോഡലിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോയും 200 ഗ്രാം ചിക്കൻ യെല്ലോട് കൂടിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ബോൺലെസ് എടുക്കണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പം എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഇതേപോലത്തെ പീസുകളാക്കി നുറുക്കിയതാണ്. ചെറിയ പീസാകുമ്പോൾ ബോണോട് കൂടിയാകുമ്പോൾ വേവാൻ റെഡി എളുപ്പമാണ്. പിന്നെ അതിനാവശ്യമായിട്ട് ഈ ചിക്കൻ മാരിനേറ്റ് വയ്ക്കാനായിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക്ക് 2 വലിയ ടേബിൾ സ്പൂണ്, പിന്നെ 1.5 സ്പൂണ് കോൺഫ്ലവർ, 1 വലിയ ടേബിൾ സ്പൂണ് ഡാർക്ക് സോയ സോസ്, കാശ്മീരി ചില്ലി 1 സ്പൂണ്, പിന്നെ ഉപ്പ്. ഇത്ര ഐറ്റംസാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഗാർലിക്ക് ഇതേപോലെ 15 അല്ലി ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കണം, കുരുകുരുവെന്ന്. ഇത് ചോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇത് ചോപ്പ് ചെയ്യണ എന്താ പറയുക, ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഇതുണ്ടല്ലോ, മെഷീൻ പോലെ, എന്താ പറയുക, അതിനകത്ത് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതേപോലെ ജിഞ്ചറും ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തത് ചെറുതായിട്ട് അരിഞ്ഞ്, അതേപോലെ ഓണിയൻ 2 എണ്ണം ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തത്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് നോക്കാം. ഈ ചിക്കനിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക്ക് 2 സ്പൂണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അതേപോലെ കോൺഫ്ലവർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഡാർക്ക് സോയ സോസും ഇതേപോലെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ കാശ്മീരി ചില്ലി 1 സ്പൂണ് ആഡ് ചെയ്യാണ്. കുറച്ചും കൂടി നിങ്ങൾക്ക് സ്പൈസി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്താ പറയുക, കുറച്ചും 1/2 സ്പൂണോ എങ്ങനെയെങ്കിലും അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. അതേപോലെ 1/2 സ്പൂൺ ഉപ്പും ആഡ് ചെയ്യാണ്, സാൾട്ട്. പിന്നെ ഇതിനാവശ്യമായിട്ട് ഇതിനകത്തേക്ക് തന്നെ ഒരു എഗ്ഗും കൂടി മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാക്സിമം, അല്ലെങ്കിൽ മാക്സിമം അല്ല, 10 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതല്ല നിങ്ങൾക്ക് കൂടുതൽ ടൈം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചാൽ നല്ലതാണ്, ചിക്കന് ടേസ്റ്റ് കൂടും. അങ്ങനെ പാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ. ഈ പാൻ ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 6 സ്പൂണ് അല്ലെങ്കിൽ 7 സ്പൂണ് ഓയിൽ ഇതിനകത്ത് ആഡ് ചെയ്യുക. ഇതിനകത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ ഒട്ടി പിടിക്കാത്ത രീതിയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡാർക്ക് സോയ ഒഴിച്ച കാരണമാണ് ഈ ചിക്കൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതൊരു ചൈനീസ് ഡിഷാണ് നോർമലി, ഹണി ഗാർലിക് ചിക്കൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു ഇന്ത്യൻ സ്റ്റൈലിലാണ് എടുക്കുന്നത്. കാരണം കൂടുതലും നമ്മുടെ ഇന്ത്യൻസിന് ഒരു ഇന്ത്യൻ ടച്ച് താല്പര്യമുണ്ടല്ലോ. അപ്പോൾ അതേപോലെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു 15 മിനിറ്റ് മാക്സിമം നിങ്ങളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് കുക്ക് ചെയ്യാൻ. കൂടുതലും ചെയ്യുമ്പോൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതുപോലെ കൂടുതൽ ടൈമും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം.
അങ്ങനെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഒരു ട്രിപ്പ് ഞാനെടുത്ത് വറുത്തെടുത്ത് മാറ്റി. രണ്ടാമത്തെ ഞാൻ ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്. ഇതേപോലെ ഇതും ഒന്ന് മറിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണം. അങ്ങനെ ചിക്കൻ എല്ലാം റെഡിയായിരിക്കുകയാണ്. എൻ്റെ ചിക്കനെല്ലാം ഞാൻ അങ്ങനെ വറുത്ത് കോരി ഇരുത്തിയിരിക്കുകയാണ്. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കണേ ജിഞ്ചർ ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണേ സെല്ലറി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചേക്കണേ ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിനകത്തേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ പെപ്പർ പൊടിച്ചെടുത്തതാണ് കേട്ടോ. 2 സ്പൂണ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പാനിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇതേപോലെ ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് ടൊമാറ്റോൻ്റെ അടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസ് ഒരു ചെറിയ 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡാർക്ക് സോയ സോസ് 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ വേവ് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പിന്നെ ചിലപ്പോൾ അടി പിടിക്കും, വേവ് കറക്റ്റാവില്ല. അങ്ങനെ ഇതിൻ്റെ സോസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചും കൂടി ഒന്ന് വേവുകയും ചെയ്യും, സോഫ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ഹണി ഗാർലിക് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടോ ഹണി എവിടെ നിന്ന്? ഹണി നമ്മളിപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഹണി ആദ്യം ഇട്ട് അധികം അങ്ങോട്ട് വേവിക്കാൻ
പറ്റാത്തത് കൊണ്ടാണ് അത് ലാസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഹണിയും ആഡ് ചെയ്യാണ് ഇതിനകത്തേക്ക്. ഞാൻ 3 സ്പൂണ് ഹണി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മധുരം കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഹണി കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഹണി ഒരുപാട് അങ്ങോട്ട് ആഡ് ചെയ്യുന്നില്ല. എന്താ ഇപ്പം ഹണി ഗാർലിക് ചിക്കൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയറൊക്കെ ചെയ്യുക. ജോയ്സ് കിച്ചൻ്റെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അങ്ങനെ ഹണി ഗാർലിക് ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. വെരി ടേസ്റ്റി ഉള്ള ഫുഡാണ്, ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്യണം. ജോയ്സ് കിച്ചനിലെ എൻ്റെ ചാനലിൽ വന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. എന്താ ഇത് ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്, വെരി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല. ടേസ്റ്റി, ഇതുപോലെ ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യാം. അടുത്ത് നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തൊരു ചാനലായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.